മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ഇംപെർഫെക്റ്റ്ലി ഡിലീഷ്യസ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സാൻഡ്വിച്ച് അല്ലെങ്കിൽ ചിക്കൻ കീമ സാൻഡ്വിച്ച്. അപ്പോൾ തുടങ്ങാം, ലെറ്റ്സ് ഗോ. അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ മെയിൻ സംഭവം നമുക്കിവിടെ വേണം നല്ല ബ്രെഡ്, നല്ല സോഫ്റ്റ് ഫ്രഷ് ബ്രെഡ് വേണം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന യോമിയുടെ ബ്രെഡാണ്. നിങ്ങൾ യു എയിൽ താമസിക്കുന്നവർ എത്ര പേര് ഈ ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഈ ബ്രെഡിൻ്റെ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ സോഫ്റ്റ് ബ്രെഡ്, നല്ല ഫ്രഷ്. ഇതിൻ്റെ തിക്നെസ് കണ്ടില്ലേ, ഇതിൻ്റെ എഡ്ജസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇത് ബ്രേക്ക് ആവുന്നില്ല, നല്ല ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് ബട്ടർ, ഞാൻ വേറെ ബ്രാൻഡ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ ബട്ടറോ ജാം എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യുമ്പോൾ ബ്രേക്ക് ആയി പോകും. അപ്പോൾ ഈ ബ്രെഡ് അങ്ങനെ ബ്രേക്ക് ആവുന്നില്ല. നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്യണം, ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു ചെറിയ സവോള, എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 250 ഗ്രാം ഞാനിവിടെ ചിക്കൻ കീമ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് വീട്ടിൽ തന്നെ മിക്സറിനകത്ത് ചോപ്പ് ചെയ്തതാണ്. അതിനെ നമുക്കൊരു 5-10 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ സോട്ടേ ചെയ്യണം. കാരണം അത് സോട്ടേ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ലംസ് ആയി മാറും. അപ്പോൾ അതിനെ കണ്ടിന്യൂസ് ഇങ്ങനെ സോട്ടേ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അതിൻ്റെ കളർ മാറി നല്ല വൈറ്റ് കളർ ആകുമ്പം നമുക്ക് അതിനകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാപ്സിക്കം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അത് നല്ല ബാരിക് ചോപ്പ് ചെയ്താൽ ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ട് വേണമെങ്കിലും വെക്കാം. ഞാനിത് എൻ്റെ മോന് വേണ്ടി ഉണ്ടാക്കുന്നത്. അവൻ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ബാരിക് ചോപ്പ് ചെയ്ത് വെച്ചാൽ അത് വായിൽ വന്നാൽ അറിയത്തുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് പൗഡർഡ് മസാലാസ് ഇടാം. ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ, കുറച്ച് ഇറ്റാലിയൻ സീസണിങ് അല്ലെങ്കിൽ ഒറിഗാനോ 1/2 ടീസ്പൂൺ, സോയാ സോസ് 1/2 ടീസ്പൂൺ, ഗ്രീൻ ചില്ലി സോസ് 1/2 ടീസ്പൂൺ, പിന്നെ കുറച്ച് ചിങ്സിൻ്റെ ഷേസ്വാൻ ചട്നി ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് സോട്ടേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അന്നേരത്തേക്ക് നമ്മുടെ ചിക്കൻ കീമൊക്കെ നല്ലപോലെ കുക്കായി മസാലയൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് ചൈനീസ് ഫ്ലേവർ ആണെങ്കിലും നമ്മളതിനൊരു ഇൻഡോ ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. ഇവിടെ ഞാൻ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മിയോണീസൊക്കെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കെച്ചപ്പും ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ചിക്കൻ അങ്ങോട്ട് സ്റ്റഫിങ് അങ്ങോട്ട് വെക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് വേണമെങ്കിൽ ചീസോ അനിയൻ സ്ലൈസസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിനെ നല്ലപോലെ പ്രസ് ചെയ്ത്, പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ടോസ്റ്റർ ഇല്ലെങ്കിൽ നമുക്ക് പാനിൽ 2 സൈഡും ബട്ടറൊക്കെ പരട്ടി നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. സെയിം അതേ ടേസ്റ്റ് തന്നെ വരാൻ പോകുന്നത്, ഒരു ഡിഫറൻസും വരത്തില്ല. അപ്പോൾ ഞാനിവിടെ 2 സൈഡിലും നല്ലപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോസ്റ്റർ ചൂടായപ്പം അതിനകത്ത് നല്ലപോലെ കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ അടച്ചിട്ട് അതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കതിനെ ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്, അത് ഗ്രീൻ ലൈറ്റ് ആകുമ്പം അപ്പോൾ റെഡി ആയെന്നർത്ഥം. ഗ്രീൻ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. നമുക്കിതിനെ തുറന്ന് നോക്കാമേ. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ഗോൾഡൻ കളറായിട്ടുണ്ട്, നല്ലപോലെ അത് കുക്കായിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സാൻഡ്വിച്ച് എന്തായാലും ട്രൈ ചെയ്യണം. ഇത് പുറത്തുനിന്ന് നല്ല ക്രിസ്പി ആയിട്ട് അകത്തുനിന്ന് ഇങ്ങനെ ഫുള്ള് ലോഡഡ് ആയിട്ടുണ്ട്. ചീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഫോളോ ഒക്കെ ചെയ്യണേ. അപ്പോൾ പോകാൻ വരട്ടെ. ഞാനിവിടെ ഒരു ചെറിയ ഹാക്ക് പഠിച്ചിട്ടുണ്ട്, ഒരു ചിന്ന ഹാക്ക്. നമുക്ക് ലെഫ്റ്റ് ഓവർ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ക്ലിപ്പും റബ്ബർ ബാൻഡൊന്നും ഇല്ലാതെ എങ്ങനെ സീൽ ചെയ്യണമെന്ന്, ഇതിനെ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ വലിച്ച് ടക്ക് ചെയ്താൽ മതിയേ. ഇത് കണ്ടില്ലേ, നല്ലപോലെ സീലായിട്ടുണ്ട്, എയർ ടൈറ്റ് ആയിട്ടുണ്ട്. കാണാനും നല്ലപോലെ നല്ലൊരു നീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ഹാക്കും എൻ്റെ വീഡിയോസും എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.